ഹായ്, ഇന്ന് രാവിലെ തന്നെ ജോസഫിന് ഒരു ഡെന്റൽ അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു കേട്ടോ. പല്ലിനൊരു കേട്, അപ്പോൾ അതങ്ങ് അടച്ചേക്കാന്ന് വെച്ചു. നല്ല തണുപ്പാണ് പുറത്ത്, പക്ഷേ ഈ കുട്ടിപ്പട്ടാളങ്ങൾക്ക് ഡെന്റൽ ക്ലിനിക്കിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിനൊരു കാരണമുണ്ട്, ഞാൻ വഴിയേ പറയാം. ഇതാണ് ഞങ്ങൾ പോകുന്ന പീഡിയാട്രിക് ഡെന്റിസ്ട്രി, ലണ്ടനിൽ തന്നെയാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ കാണാം കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേ ഏരിയയും പ്ലേ സ്റ്റേഷനും ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിള്ളേർ ഒരു 5 മിനിറ്റ് കളിച്ചു കഴിഞ്ഞപ്പോഴും നേഴ്സ് വന്ന് ഞങ്ങളെ വിളിച്ചു. പ്രൊസീജിയർ നടക്കുന്ന റൂമിലെത്തി എല്ലാം സെറ്റാക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടറിന്റെ ഒരു ചോദ്യം ജോസഫിനോട്, ഏതാ നിന്റെ ഫേവറേറ്റ് TV ഷോ എന്ന്. കേൾക്കേണ്ട താമസം എനിക്ക് റേസിംഗ് കാറിന്റെ ഷോ മതിയെന്ന് അവൻ. അത് വെച്ചപ്പോഴേക്കും അവൻ പകുതി ഹാപ്പി. ചെറിയൊരു കേടായതുകൊണ്ട് ഇത് ചെയ്യുന്നത് ലോക്കൽ അനസ്തേഷ്യയിലാണ്. അതിനോടൊപ്പം തന്നെ നൈട്രസ് ഓക്സൈഡ് ഗ്യാസും കൊടുക്കൂട്ടോ. നൈട്രസ് ഓക്സൈഡ് ഒരു മസിൽ റിലാക്സന്റ് ആണ് കേട്ടോ. ഇതിന്റെ ഫ്ലേവർ കുട്ടിക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പീച്ച്, സ്ട്രോബെറി, കോട്ടൺ ക്യാൻഡി, അതൊക്കെ. അങ്ങനെ പ്രൊസീജിയർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ അവന് 2 കോയിൻ കൊടുത്തു. നിനക്ക് ഇഷ്ടമുള്ള ടോയ് എടുത്തോളാൻ പറഞ്ഞു. ഇതാണ് അവരെ എക്സൈറ്റഡ് ആക്കുന്നത് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൻ ടോയും സ്റ്റിക്കറും ഒക്കെ ചൂസ് ചെയ്തു. അവൻ ഹാപ്പി. കാനഡയിൽ ഡെന്റൽ കെയർ പ്രൈവറ്റൈസ്ഡ് ആണ്. അതായത് പോക്കറ്റിൽ നിന്ന് ക്യാഷ് കൊടുക്കണം, അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഷുറൻസ് കവറേജ് ഉണ്ടാകണം. പക്ഷേ ബേസിക് ആയിട്ടുള്ള ഡെന്റൽ കെയർ എല്ലാവരിലും എത്തിക്കാൻ കാനഡിയൻ ഗവൺമെന്റ് ചില പ്രോഗ്രാംസും സ്കീംസും ഒക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ ഗവൺമെന്റ് ഓഫ് കാനഡയിലെ വെബ്സൈറ്റിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനൊക്കെ എലിജിബിൾ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യൂ. താങ്ക് യു. സീ യു അഗെയിൻ.